റയാൻഷ് മുഖം താഴ്ത്തി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അവളും അവനും നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവനെ നോക്കി. റയാൻഷ് എന്തോന്നും ചോദിക്കാൻ വന്നു. പിന്നൊന്നും മിണ്ടാതെ അവളിൽ നിന്ന് നോട്ടം മാറ്റി റോഷിനെ നോക്കി. ഒരു ചെറുചീരിയോടെ അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ്. അവൻ എടുത്ത കൈ നീട്ടിയതും റോഷിനെ ഓടിപ്പോയി അവനെ നെഞ്ചിൽ ചാരി അവനെ മുറുക്ക പിടിച്ചു. ലച്ചുവിനെ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചതേയുള്ളൂ. പക്ഷെ റോഷിനി അങ്ങനെയല്ല. റയാൻഷിന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി അവൻ എടുത്ത കൈ കൊണ്ട് അവളെ മുറുക്ക കെട്ടിപ്പിടിച്ചു. ഇന്നലെ പേടിച്ചോ? അവനിൽ നിന്ന് അകലാൻ നോക്കിയ ലച്ചുവിനെ ഷോട്ടിൽ വലത്തെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ റോഷിനിയോട് ചോദിച്ചു. റോഷിനി അവന് നെഞ്ചിൽ ചാരുന്നുണ്ടെന്ന് ചിരിച്ചു, ചെറുതായിട്ട്. ചിരിയുടെ അവൾ പറയുമ്പോൾ റയാൻഷ് അവളെ നെറ്റിൽ പതിയൊന്ന് മുത്തി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ലച്ചു അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ നിന്ന് മകലാൻ നോക്കിയതും റയാൻഷ് അതിന് സമ്മതിക്കാതെ അവളെ ചേർത്ത് പിടിച്ചു. അവന്റെ നോട്ടം നേരെ പോയത് അവനെ നോക്കി നിൽക്കുന്ന സ്ത്രീയിലേക്കാണ്. അവന്റെ നോട്ടം കണ്ടതും അവർ വേഗം നോട്ടം മാറ്റി. ഞാൻ കുടിക്കാനെടുക്കാം. അതും പറഞ്ഞുകൊണ്ട് അവർ വേഗത്തിൽ അടുക്കളയിലേക്ക് പാഞ്ഞു. ലച്ചുവോട് പേടി മനസ്സിലായതുപോലെ റയാൻഷെ നോക്കി. റോഷ്നിയാണെങ്കിൽ അവന്റെ കൈക്കുള്ളിൽ നിന്ന് അകന്നു മാറി അവൻ കൊണ്ടുവന്ന പെട്ടി നോക്കുകയാണ്. ഇങ്ങനെ ദൂരയാത്ര പോകുമ്പോൾ അവൻ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരും, അതുണ്ടോ എന്ന് നോക്കുകയാണ്. അതൊരു പാവം പിടിച്ച ചേച്ചിയാ കിച്ചുവേട്ടാ, അതിനെ പേടിപ്പിക്കാതെ. ലച്ചു കിച്ചുവിനെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. ഒന്ന് ഫ്രഷ് ആവട്ടെ, കോഫി ആയിൽ മുകളിലേക്ക് കൊണ്ടുപോവാ. അതും പറഞ്ഞിട്ട് റോഷ്നി തുറക്കാൻ തുടങ്ങിയ പെട്ടി അവളുടെ കയ്യിലിനെ തട്ടിപ്പറിക്കുന്ന പോലെ അവൻ വാങ്ങി. ഞാൻ എടുത്തു തരാം. റോഷ്നി നോക്കി പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും ഒരു ബോക്സ് ചോക്ലേറ്റ് അവളുടെ നേരെ നീട്ടി. റോഷ്നി ചിരിയോടെ അത് വാങ്ങി അവന്റെ കണ്ണിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. റയാൻഷ് ലച്ചു നോക്കി കണ്ണ് കാണിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. നിനക്ക് വേണ്ടത് കിട്ടിയില്ലേ? ചോക്ലേറ്റിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന റോഷ്നിയുടെ കണ്ണിൽ പതിയെ തലോടിക്കൊണ്ട് ലച്ചു ചോദിക്കുമ്പോൾ റോഷ്നി ചിരിയോടെ തല കുലുക്കി. ലച്ചു അവിടുന്ന് മകന്ന് അടുക്കളയിലേക്ക് പോകുമ്പോൾ റോഷ്നി അവളെ തന്നെ നോക്കി. ഇടയ്ക്ക് അവൾക്ക് തോന്നും അമ്മയ്ക്ക് ലച്ചുവാണ് അവളെ പുന്നരിക്കുന്നതെന്ന്. ഒരു ചെറിയ കുട്ടിയോടെന്ന പോലെ സംസാരമാണ് ലച്ചുവിന് അവളോട്. അടുക്കളയിലേക്ക് പോകുന്ന ലച്ചുവിനെ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ട് അവൾ കയ്യിലുള്ള ബോക്സിലേക്ക് ശ്രദ്ധ കൊടുത്തു. ലച്ചു എടുത്ത കയ്യിൽ കോഫി പിടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് ചാരിക്കിടന്ന വാതിൽ പതിയെ തുറന്നു. റയൻ ഷർട്ട് അഴിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് പാന്റ് മാത്രമാണ് അവന്റെ വേഷം. ഇതാ ചൂടുണ്ട്. ഇടത്തെ കയ്യിലുള്ള കപ്പ് വലത്തെ കൈയിലേക്ക് പിടിച്ചുകൊണ്ട് അവളത് അവനെ നേരെ നീട്ടി. റയൻ ഷാ കപ്പ് വാങ്ങി കണ്ണാടിക്ക് മുന്നിൽ ടേബിളിൽ വെച്ചു. ശേഷം ലച്ചുവിനെ നേരെ തിരിഞ്ഞു. അവനെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്ത് പിടിച്ചു. ലച്ചു അവനെ മുഖത്തേക്ക് നോക്കി. ആളൊക്കെ ഉഷാറായല്ലോ. ഞാൻ പോകുമ്പോഴത്തെ ശ്രീലക്ഷ്മി അല്ലിത്. ലച്ചുവിന്റെ കൈ തുടരിൽ നിന്നുള്ള പിടിവിടാതെ തന്നെ അവന്റെ കൈ അവളുടെ ഇടുപ്പിലേക്ക് നീങ്ങി. ലച്ചു ഒന്നോടെ അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് പോയി. വിഷമമൊക്കെ മാറിയോ? ആർദ്രമായ ശബ്ദത്തിൽ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നതിനൊപ്പം അവളുടെ കവളിലേക്ക് വീണിടക്കുന്ന മുടിയിഴകളെ അവൻ അവളുടെ ചെവിക്ക് പിന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. ലച്ചു ഇല്ലെന്ന് വിലങ്ങനെ തലയാട്ടി. ഈ വിഷമം ഞാൻ മരിക്കുവോളം മാറില്ല. പിന്നെ അതിങ്ങനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ലച്ചുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ റയൻഷ് ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ഇടുപ്പിൽ നിന്ന് വലത്തെ കൈ പിൻവലിച്ചുകൊണ്ട് അവളുടെ ഇടത്തെ കവളിൽ അവൻ തഴുകി. അവന്റെ തഴുകലിന്റെ സംഹിതയിൽ ലച്ചുവിന്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ശ്രീ. അവളെ അടഞ്ഞ കൺപോളകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു. ആർദ്രമായി വിളിച്ചു. ലച്ചു കണ്ണ് തുറന്നില്ല. പകരം അവൾ നെഞ്ച് ഉയർന്ന താഴ്ന്നു. ഹൃദയമെടുപ്പ് വേഗത്തിലായതുപോലെ അവന്റെ കണ്ണുകൾ ലച്ചുവിന്റെ അടഞ്ഞ കണ്ണുകളിലേക്കെന്ന് ഉയർന്ന താഴ്ന്ന നെഞ്ചിന്റെ അവിടേക്കും പോയി. അവിടെ പറ്റിച്ചേർന്ന് കിടക്കുന്ന അവൻ കെട്ടിയ താലി മുഖം താഴ്ത്തി അവനെ താലിയിൽ അമർത്തി പിടിച്ചു. ഞെട്ടിത്തരിച്ചതുപോലെ ലച്ചുവിന്റെ ശബ്ദം അവൻ ചെവിയിൽ കേട്ടു. അവൻ ചുണ്ടുകൾ അകത്തി മുഖമുയർത്തി ആ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് നിന്നിരുന്നവൾ കണ്ണും തുറച്ചുകൊണ്ട് വായും തുറന്ന് നിൽക്കുന്നുണ്ട്. അത് കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിടർന്നു. ആ ചിരിയോടെ തന്നെ അവൻ അവളെ നെറ്റിയിൽ പതിയെന്ന് മുത്തിക്കൊണ്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചത്. ഇനിയും അവളെ നോക്കി നിന്നാൽ അവളെ ഓരോ ഭാഗങ്ങളിലും ചുംബിച്ച് ചുവപ്പിക്കാൻ തോന്നുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ അവളെ നോക്കാതെ അവനെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചത്. കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാനെടുക്കാം. ഉയർന്നു മിടിക്കുന്ന ഹൃദയമിടിപ്പിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. എങ്ങനെയെങ്കിലും അവനിൽ നിന്നും പുറത്തേക്ക് പോയാൽ മതിയെന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്ത. ഞാൻ കഴിച്ചതാ ശ്രീ, ഇനി ഫ്രഷ് ആയിട്ടൊന്ന് ഉറങ്ങണം. നീയും വാ, നമുക്ക് ഉറങ്ങാം. അവളിൽ നിന്ന് മകന്ന് മാറിക്കൊണ്ട് അവൻ പറയുമ്പോൾ ലച്ചു അവനെ നോക്കി തലയാട്ടി. ഞാൻ ആ ചേച്ചി പോയിട്ട് വാതിലൊക്കെ അടച്ച് ലോക്കാക്കിയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ലച്ചു പുറത്തേക്ക് പോകുമ്പോൾ റയാൻഷ് ബാത്റൂമിലേക്ക് കയറി. ഹരി ഓഫീസിൽ നിന്ന് വരുമ്പോൾ സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. റയാൻഷിന്റെ കാർ കണ്ടപ്പോൾ തന്നെ അവൻ എത്തിയ വിവരം അവൻ അറിഞ്ഞു. തുറന്നു കിടക്കുന്ന വാതിലൂടെ അകത്തേക്ക് നടക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് സെറ്റിൽ കിടക്കുന്ന റോഷ്നിയിലേക്കാണ്.
സെറ്റ് കിടക്കാനുള്ളതല്ല ഇരിക്കാനുള്ളതാണെന്നും ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഹരി അല്പം ശബ്ദമുയർത്തി പറഞ്ഞതും റോഷ്നി കിടന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ അവനെ ഒന്ന് നോക്കി. അപ്പം ചുരുക്കി വെച്ചിരിക്കുന്ന കാൽ നേരെയാക്കിയ സെറ്റിലേക്ക് അവൾ ഒന്നുകൂടെ മലർന്നു കിടന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചതല്ലേ ഓതൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് നടക്കുമ്പോൾ റയൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. നീ പോകുമ്പോ അതിനെ കൂടെ കൊണ്ടുപോയിക്കോ, അതിവിടെ ഒരധികപ്പറ്റ. സെറ്റി കിടക്കുന്ന റോഷ്നി നോക്കി ഹാരി കടുപ്പിച്ച് പറയുമ്പോൾ റോഷ്നി അവനെ ഒന്ന് തുറച്ചു നോക്കി. ഹാ, എന്നാ തന്റെ പെങ്ങൾ ഞങ്ങളെ വീട്ടിലും ഒരധികപ്പറ്റ, അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ. ഓ സന്തോഷം. അവനോട് ജയിക്കാൻ വേണ്ടിയാണ് ലച്ചുവിനെ ആ വിഷയത്തിൽ അവൾ വലിച്ചിട്ടത്. പക്ഷെ അവന്റെ മറുപടിയിൽ റോഷ്നി പ്ലിങ് ആയി. റയൻഷ് രണ്ടുപേരുടെയും വാക്കുകൾ പിടിക്കാത്ത തരത്തിൽ രണ്ടുപേരെയും ദേഷ്യത്തിൽ നോക്കി. രണ്ടുപേരും പറഞ്ഞത് അവന് കൊള്ളുമല്ലോ. ഹരി ഒരു തരത്തിൽ അവൻ്റെ ഉള്ളിലെ സങ്കടം ദേഷ്യമായി പുറത്തേക്ക് കാണിച്ചതാണ്. റയൻഷ് വന്നാൽ റയൻഷിന്റെ പെങ്ങൾ മാത്രമല്ല അവന്റെ പെങ്ങളും ആ വീട്ടിൽ നിന്ന് പോകുമെന്ന് അവനറിയാം. ഇത്ര നേരത്തെ റയൻഷ് വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടുമില്ലായിരുന്നു. ഹരി ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ റോഷ്നി സെറ്റിൽ ആ കിടപ്പ് കിടക്കുന്നുണ്ട്. ഹരി അവളെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. റയൻഷിനെയും ലച്ചുവിനെയും അവൻ ഹാളിൽ കണ്ടില്ല. എടീ, റോഷ്നിയുടെ എതിരുള്ള സെറ്റിൽ ഇരുന്നുകൊണ്ട് ഹരി വിളിച്ചു. കയ്യിലുള്ള ഒരു ചെറിയ കവർ അവൻ്റെ അടുത്ത് സെറ്റിൽ വെച്ചു ഫോണിലേക്ക് നോക്കി കിടന്നിരുന്ന റോഷ്നി അവനെ കണ്ണൊട്ടി നോക്കി. എന്താടാ? റോഷ്നി ചോദിച്ചതും ഹരി സെറ്റിൽ കിടന്നിരുന്ന പിള്ളയെടുത്ത് അവളൊരു ഏർ വെച്ചു കൊടുത്തു. ആ, എന്നെ ഡി വിളിച്ചിട്ടല്ലേ? അവൻ എറിഞ്ഞ പിള്ള കയ്യിലേക്ക് വന്ന വിളതും അവളുടെ കയ്യിലുള്ള ഫോൺ മുഖത്തേക്ക് വീണു. അതിന്റെ ദേഷ്യത്തിൽ റോഷ്നി ദേഷ്യത്തിൽ ഉറക്കെ അവന്റെ നേരെ ചാടി. ഞാൻ ഡി വിളിക്കുന്ന പോലെയാണോ നീ എന്നെ ഡാ വിളിക്കുന്നത്? ആണോന്ന് പറയടി. ഹോ, ഇത് വലിയ ശല്യായാലോ. കുറച്ചു മുൻപ് വരെ എന്ത് സുഖമായിരുന്നു, ഇതിങ്ങോട്ട് വന്നപ്പോ പോയി. പല്ല് കടിച്ചുകൊണ്ട് റോഷ്നി പറയുമ്പോൾ ഹരി അവളെ ഒന്ന് നോക്കി ചിരിച്ചു. നിനക്ക് പറ്റില്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോയി, ഇതേ എന്റെ വീടാ. പറ്റാത്തവരൊക്കെ എങ്ങോട്ടെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോവാ. പോവാൻ തന്നെയാണ് വന്നത്, അല്ലാതെ ഇവിടെ പ്രസവിച്ച് കിടക്കാൻ വന്നൊന്നുമല്ല. ദേ, വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നീ. ഹരി കടുപ്പിച്ച് പറയുമ്പോൾ റോഷ്നി ചുണ്ടുകൂട്ടി. റോഷ്നി ഇപ്പോൾ സെറ്റിലിരിക്കുവാണ്. ഇടയ്ക്കെപ്പോഴോ വഴക്ക് കൂടുന്നതിനിടയിൽ അവൾ എഴുന്നേറ്റിരുന്നതാണ്. കിടക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാത്ത കൊണ്ട് എന്നെ തലയാൻ ഞാൻ തിരിച്ചു തല്ലും. ഇന്നലെ കിട്ടിയത് മറന്നിട്ടൊന്നുമില്ലല്ലോ. നല്ല വേദനയില്ലേ? ചോദ്യരൂപത്തിൽ ഒരു ആക്കിയ ചീരിയുടെ റോഷ്നി ചോദിക്കുമ്പോൾ ഹരി അവളെ നോക്കി പേടിപ്പിച്ചു. തിരിച്ചതുപോലെ ഒരെണ്ണം തരാൻ അറിയാഞ്ഞിട്ടല്ല, തന്നാ നീ താങ്ങില്ല. വൈകാതെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ തരും. പിന്നെ നമുക്ക് കാണാം. നീട്ടി ഒരു പിന്നെയും കാണാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ചുണ്ടുകൂട്ടി. അതും പറഞ്ഞുകൊണ്ട് റോഷ്നി നേരെ നോക്കിയത് അടുക്കള വാതിൽക്കൽ അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ലച്ചുവിന്റെയും റയാൻഷിന്റെയും മുഖത്തേക്കാണ്. റോഷ്നി നോക്കുന്ന കണ്ട് ഹരിയും തല ചേരിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി. അടുക്കളയുടെ വാതിൽ ചാരി നെഞ്ചിൽ കൈകെട്ടി ഗൗരവത്തിൽ നിൽക്കുന്ന റയാൻഷ്, അവന്റെ അടുത്ത് ഒരു ചെറുചീരിയോടെ നിൽക്കുന്ന ലച്ചു. ഹരി അവരുടെ കണ്ണുകൾ മാറ്റി നേരെ നോക്കിയത് റോഷ്നിയുടെ മുഖത്തേക്കാണ്. അവിടെ ഒരു കുലുക്കവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർ രണ്ടുപേരെയും എപ്പോഴും ഇങ്ങനെയാണ് കിച്ചുവേട്ടാ. ചുമ്മാ ഓരോന്നും പറഞ്ഞ് പിള്ളേരെ പോലെ വഴക്കിടും. ലച്ചു റയാൻഷിനെ നോക്കി പറയുമ്പോൾ അവൻ അവളുടെ തോൾ കൈട്ടുകൊണ്ട് അവളോട് ചേർന്ന് സെറ്റിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും റോഷ്നി സെറ്റിലേക്ക് തന്നെ കിടന്നിരുന്നു. അതുകൊണ്ട് റയാൻഷ് ലച്ചുമാരി ഇരിക്കുന്ന സെറ്റിലേക്ക് ഇരുന്നു. പെങ്ങളെ കള്ളൻ പൊക്കിക്കൊണ്ട് പോകുമെന്ന് പേടിച്ചിട്ടാണോ ഇന്ന് തന്നെ വന്നത്? ലച്ചുവിന്റെ അപ്പുറം വരുന്ന റയാൻഷിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. അതെ, പെങ്ങളെന്ന് പറയുമ്പോ നിന്റെ പെങ്ങളും അതിൽ പെടും. പെട്ടാ മതി. ഒരു പുച്ഛത്തോടെ ഹരി പറയുമ്പോൾ സെറ്റിൽ കിടന്നവൾക്ക് അവന്റെ അഭാവം മാത്രം പിടിച്ചില്ല. അവളുടെ ഏട്ടനെയാണല്ലോ പുച്ഛിച്ചത്. നിന്നെ നാളെ വീട്ടിലാക്കി തരാം, മതി ഇവിടെ വന്നത്. റോഷ്നി നോക്കി റയാൻഷ് കടുപ്പിച്ചു പറയുമ്പോൾ ഹരി വല്ലാതെയായി. അവൾ പോകുന്നതിൽ സങ്കടം ഉണ്ടായിട്ടല്ല, റയാൻഷിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു വല്ലായ്മ. അല്ലെങ്കിൽ ഞാൻ നാളെ പോകും. ഇവിടെ നിന്നിട്ട് എന്തിനാ ബാക്കിയുള്ളവർ വാലിരിക്കുന്നത് കേൾക്കാൻ? എന്റെ ഒരു പാദസരം പോയി, അതാണ് സങ്കടം. റോഷ്നി ഹരിയെ നോക്കി ഇത്തിരി സങ്കടം ഭാവിച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ അവളെ നോക്കി മുഖം തിരിച്ചു. അത് സാരമില്ല, ഒരു പാദസരമല്ലേ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കള്ളനെ നമ്മൾ പിടിച്ചാലും പാദസരം കിട്ടുമോന്നൊന്നും ഉറപ്പില്ലല്ലോ, എടുത്തു കൊടുക്ക്. റയാൻഷ് റോഷ്നി നോക്കി പറയുമ്പോൾ റോഷ്നി വിടർന്ന കണ്ണുകളെ റയാൻഷിനെ നോക്കി. ലച്ചു അവൻ പറഞ്ഞതെടുക്കാൻ വേണ്ടി മുകളിലേക്ക് നടന്നു. കണ്ടുപിടിക്ക്. ഹരിയെ നോക്കി റോഷ്നി പറയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അവന്റെ അടുത്തിരിക്കുന്ന കവർ അവന്റെ മുന്നിലേക്ക് വെച്ചു. ലച്ചു മുകളിൽ നിന്നും ഒരു കവർ കൊണ്ടുവന്ന് റോഷ്നിയുടെ കയ്യിൽ കൊടുത്തു. ഭംഗിയുള്ള ഒരു ജോഡി പാദസരം. അവളുടെ കണ്ണുകൾ വിടർന്നു. താങ്ക് യു ഏട്ടാ. അതും പറഞ്ഞിട്ട് റോഷ്നി റയാൻഷിന്റെ കവളിൽ അമർത്തി മോത്തി. ലച്ചു ഒരു ശീരിയോടെ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ഹരിയുടെ അടുത്തിരുന്നു. നിനക്കില്ലേ? അവര് നോക്കിയിരിക്കുന്ന ലച്ചു ഹരിയുടെ ചോദ്യം കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി മുഖം ചൊളിച്ചു. നിനക്കെന്തിനാ പാദസരം? എന്റെ പാദസരം അല്ലല്ലോ പോയത്.
കുഞ്ഞിയുടെയല്ലേ, അതിന് അവൾക്കുള്ള ഏട്ടന് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കുന്നു. അതെന്താ, കൂടത്തിൽ നിനക്ക് ഒരെണ്ണം വാങ്ങിത്തരാനുള്ള കാശ് നിന്റെ ഭർത്താവിന്റെ അടുത്തില്ലേ? ഏട്ടാ. ഹരിയുടെ വാക്കുകൾ പിടിക്കാത്ത പോലെ ലച്ചു അവനെ കടുപ്പിച്ചു വിളിച്ചതും ഹരി പിന്നെ ഒന്നും പറയാതെ അവളിന്ന് മുഖം തിരിച്ചു. എന്താണ് ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു രഹസ്യം പറച്ചിൽ? ഞങ്ങൾക്ക് കൂടെ കേൾക്കാൻ പറ്റുന്നാണെങ്കിൽ ഉറക്കെ പറ, കേൾക്കട്ടെ. റോഷ്നി ഹരിയെ നോക്കി കൊള്ളിച്ചെന്ന് പറയുമ്പോൾ അവൻ റോഷ്നിയെ നോക്കി പല്ല് കടിച്ചു. പോകുന്നതിന് മുൻപ് ഈ പെണ്ണ് കയ്യിൽ പെനയുമെന്നത് പോലെ ഒരു നോട്ടം. ഏയ്, ഏട്ടൻ ചുമ്മാ ഓരോന്നും പറയാ. ലച്ചു ആ വിഷയം നിസ്സാരമാക്കി. അങ്ങനെ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. നിന്റെ പെങ്ങളുടെ പാദസരം പോയതിന് അവൾ ഒരെണ്ണം പുതിയത് വാങ്ങുമ്പോ എന്റെ പെങ്ങൾക്ക് കൂടെ ഒരെണ്ണം വാങ്ങാമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ, കുടുംബം കഴിഞ്ഞിട്ടല്ലേ ഭാര്യയുള്ളൂ? ഹരി അങ്ങനെ പറഞ്ഞതും വല്ലാതായത് ലച്ചുവാണ്. ഭർത്താവ് അവന്റെ സഹോദരിക്ക് ഒരു സാധനം വാങ്ങിക്കൊടുക്കുമ്പോൾ സ്വാതന്ത്ര്യം പോലും അവൾ കാരണം ഇല്ലെന്നല്ലേ അത് കേൾക്കുന്ന ഏതൊരാൾക്കും ചിന്തിക്കൂ. ലച്ചു സങ്കടവും ദേഷ്യം നിറഞ്ഞ ഭാവത്തോടെ ഹരിയെ നോക്കി. അവിടെ ഒരു കുലുക്കവുമില്ല. അവൻ ചോദിച്ചതിലൊരു തെറ്റുമില്ലെന്ന പോലെയാണ് അവന്റെ ഇരിപ്പ്. ഹരിയുടെ പെങ്ങൾ എന്റെ ആരാ? റയാൻഷ് ഹരിയെ നോക്കി ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചു. റോഷ്നി ഒരു ചീരിയുടെ സെറ്റിൽ ചാരിയിരുന്നു ഒരു അടി കാണാൻ പോകുന്ന ഉത്സാഹത്തോടെ. എന്റെ പെങ്ങൾ നിന്റെ ആരാന്ന് നിനക്ക് ഞാൻ പറഞ്ഞറിയുമെങ്കിൽ നീ അറിയണ്ട. ഹരി അവനെ ജയിക്കാൻ വിടാതെ തറുതല പറയുമ്പോൾ റയാൻഷ് ഹരിയെന്ന് തറപ്പിച്ചു നോക്കി. എന്റെ പെങ്ങൾക്ക് എന്ത് വാങ്ങിക്കുമ്പോഴും അത് ഭാര്യയ്ക്ക് വാങ്ങിക്കണമെന്നില്ല. അതുപോലെ ഭാര്യയ്ക്ക് എന്ത് വാങ്ങിക്കുമ്പോഴും അത് പെങ്ങൾക്കും വാങ്ങിക്കണമെന്നില്ല. അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ നല്ലത്. റയാൻഷ് അവന്റെ ഉള്ളിലുള്ളത് അതുപോലെ പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ അവരിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ വെച്ചതെടുത്തു. എന്തായാലും ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. നിന്റെ പെങ്ങൾക്ക് വാങ്ങിയപ്പോൾ ഞാൻ എന്റെ പെങ്ങൾക്കും വാങ്ങി. അതും പറഞ്ഞുകൊണ്ട് കയ്യിലെ കവറിൽ നിന്ന് 2 ബോക്സ് കയ്യിലെടുത്തു. ലച്ചുവിന്റെ കയ്യിലും റോഷ്നിയുടെ കയ്യിലും കൊടുത്തു. ഒരു ചെറുചീര റോഷ്നി ഹരിയെ നോക്കി. അതിന് ഞാൻ തന്റെ ഭാര്യ അല്ലല്ലോ, ഭാര്യയ്ക്ക് വാങ്ങുമ്പോ പെങ്ങൾക്കും വാങ്ങാൻ. റോഷ്നി ആ ചിരിയോടെ തന്നെ പറയുമ്പോൾ ഹരി അവളെ ചവിട്ടുന്ന പോലെ കാല് പൊക്കി. പിന്നെ ഒന്ന് ചവിട്ടി നോക്ക്, പിന്നെ ആ കാല് നിലത്ത് കൂത്തില്ല, ഒന്ന് പോടി. അതും പറഞ്ഞുകൊണ്ട് ഹരി ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. നിങ്ങൾ 2 പേരുടെയും നല്ല ഭാവിക്ക് ഞാനൊരു കാര്യം ഫ്രീ ആയിട്ട് പറഞ്ഞു തരാണ്. ആ പോയ മുതലിനെ നിങ്ങളുടെ കാര്യത്തിൽ അധികം മടുപ്പിക്കേണ്ട. നിങ്ങളെ തമ്മിൽ തെറ്റിക്കും, സത്യം. കുഞ്ഞി, റയാൻഷ് കടുപ്പിച്ച് വിളിച്ചുകൊണ്ട് ഹരിയുടെ പിന്നാലെ പുറത്തേക്ക് പോയി. റോഷ്നിയും ലച്ചും അവിടെ കയ്യിലെ ബോക്സ് ഓപ്പൺ ആക്കി. 2 പേർക്കും ഒരേപോലെ വരുന്ന ഭംഗിയുള്ള പാദസരം. അതിലേക്ക് നോക്കിയ 2 പേരുടെയും കണ്ണുകൾ ഇഷ്ടത്തോടെ വിടർന്നു. പുറത്തെ തുണ്ടിൽ ചാരി നിന്ന് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് ഹരി. അവന്റെ കണ്ണിൽ കാണുന്ന ഇരുട്ട് പോലെ തന്നെയാണ് ഇനി മുന്നോട്ടുള്ള അവന്റെ ജീവിതം എന്ന് തോന്നിയവന്. ഒറ്റയ്ക്ക്, ആരുമില്ലാതെ. അങ്ങനെ ആലോചിച്ചതേ ഉള്ളിൽ ഒരു വല്ലായ്മ. ഹരിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് വന്ന റയാൻഷ് അവന്റെ പിന്നിലായി വന്നു നിന്നു. ഹരി അതറിയാതെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവന്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ചിന്തകൾ എന്തായിരിക്കുമെന്ന് റയാൻഷിന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഹരി, റയാൻഷ് വിളിച്ചതും എന്തോ ചിന്തയിലായിരുന്നവൻ തിരിഞ്ഞ് റയാൻഷിനെ നോക്കി. കള്ളനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? റയാൻഷ് ചോദിച്ചതും ഹരി ഒന്നും മിണ്ടാതെ അവനിരുന്ന മുഖം തിരിച്ചു. അവന്റെ ഒരു കള്ളൻ, അതിന്റെ പേരിലാണ് ഈ ഓടിപ്പിടിച്ചുള്ള വരവെന്ന് പോലും അവന് തോന്നി. അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. CCTV ചെക്ക് ചെയ്ത് നിനക്ക് ഞാൻ അയച്ചു തന്നില്ലേ? പിന്നെ ഇവിടെ അടുത്ത് കുറെ വീടുകളിൽ കയറിയെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്കും കൊടുക്കാമെന്ന് മാത്രം. കാര്യമുണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ഹരി പറയുമ്പോൾ റയാൻഷ് ഒന്നും മൂളി. ഒരു പാദസരല്ലേ പോയുള്ളൂ, ആൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യവും. 3-4 ദിവസം കഴിഞ്ഞുള്ള ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ പോയാലോ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം റയാൻഷ് ചോദിച്ചു. ഹരി ഒന്നും മിണ്ടാതെ അവന് തിരിഞ്ഞു നോക്കുമ്പോൾ റയാൻഷ് ചെയറിലേക്ക് ഇരുന്നിട്ടുണ്ട്. ഹരി ഒന്നും മിണ്ടാതെ തൂണിലേക്ക് ചാരിക്കൊണ്ട് നിലത്തേക്കിരുന്നു. നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലാറ്റിലേക്ക് മാറാം, നിനക്കും വരാം, നമുക്ക് 3 പേർക്കും അവിടെ നിൽക്കാം. റയാൻഷ് പറയുമ്പോൾ ഹരി ഒരു ചെറു ചിരിയോടെ അവനെ നോക്കി. അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. നിങ്ങൾ ചടങ്ങ് കഴിഞ്ഞിട്ട് വിട്ടോ. ചടങ്ങ് കഴിഞ്ഞിട്ട് എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. ഹരി പറയുമ്പോൾ റയാൻഷ് പിന്നൊന്നും മിണ്ടിയില്ല. നിർബന്ധിക്കാൻ അവൻ ആളല്ല, നിർബന്ധിക്കാൻ അവൻ അറിയുകയില്ല. അതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അവന് തോന്നുന്നത് ചെയ്യട്ടെ. ഏട്ടാ, കിച്ചു ഏട്ടാ, വാ കഴിക്കാം. ലച്ചു അവിടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും 2 പേരും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റും. അപ്പുറത്തുനിന്ന് ആരും വരാറില്ലേ? അകത്തേക്ക് നടക്കുമ്പോൾ മുന്നിൽ നടക്കുന്ന ലച്ചുവിനെ നോക്കി റയാൻഷ് ചോദിച്ചു. വല്ലപ്പോഴും. അത്രയും പറഞ്ഞുകൊണ്ട് ലച്ചു അടുക്കളയിലേക്ക് നടന്നു. ഹരിയും റയാൻഷും ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അവിടെ ആദ്യം റോഷ്നി ഇരുന്നിട്ടുണ്ട്. സ്ത്രീ സഹായിക്കാറൊന്നുമില്ലല്ലോ. ചെയർ നീക്കിയിട്ട് അതിലേക്ക് ഇരുന്നുകൊണ്ട് റയാൻഷ് ചോദിക്കുമ്പോൾ റോഷ്നി ഒന്ന് ചിരിച്ചു. ജോലിക്കൊക്കെ ആളുണ്ട്, ഏട്ടൻ വന്നപ്പോൾ കണ്ടില്ലേ ആ ചേച്ചി. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ ചെന്നാലും ഏട്ടത്തി സമ്മതിക്കില്ല.
ഞാൻ ഇവിടെ വിരുന്ന് വന്നതാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അടുക്കള വഴിയൊന്നും പോവാറില്ല. റോഷ്നി ഒരു ചെറിയ ചീരിയോടെ പറയുമ്പോൾ റയാൻഷ് നല്ലതുപോലെ ഒന്ന് തലയാട്ടി. ഹരി അവരുടെ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ അതിലൊരു അഭിപ്രായം പറയാൻ മിണ്ടാതിരിക്കുകയാണ്. റോഷ്നി അത് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ കഴിക്കുന്ന സമയം വല്ലതും പറഞ്ഞ് ചൊറിഞ്ഞു വരേണ്ടതാണ്. റയാൻഷ് ഉള്ളതുകൊണ്ടാകുമെന്ന് അവൾ കണക്ക് കൂട്ടി. അപ്പോഴേക്കും ലച്ചു എല്ലാം കൊണ്ട് ടേബിളിൽ വെച്ച് റയാൻഷിന്റെ അടുത്ത് വന്നിരുന്നു. അവനവർക്ക് വേണ്ടത് അവനവർ തന്നെ വിളമ്പി. ഹരി ഒന്നും മിണ്ടാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് റോഷ്നി ശ്രദ്ധിച്ചു. ഹരിക്കുട്ടൻ എന്താ ഒന്നും മിണ്ടാതെ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും റോഷ്നി ഹരി ഒന്ന് പാടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഹരി അവളെ കണ്ണൊട്ടി നോക്കുന്നതിനൊപ്പം റയാൻഷും അവളെ അതുപോലെ ഒന്ന് നോക്കി. ഞാൻ നാളെ പോകുന്നതിന് സങ്കടമാണോ ചോദിക്കുന്നതിനൊപ്പം അവൾ ചിരിച്ചീത്തം. ഹരി പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ പോകുന്നില്ല. ഏട്ടനും ഏട്ടത്തെയും പോകുമ്പോ ഞാൻ പോവാം. അതെങ്ങനെയുണ്ട്? റോഷ്നി ഹരിയെ നോക്കി കണ്ണ് വിടർത്തി ചോദിക്കുമ്പോൾ ഹരി അവളെ കണ്ണൊട്ടി നോക്കി. അവനൊന്നും മിണ്ടിയില്ല. അങ്ങനെ കണ്ണൊട്ടി നോക്കിയത് മാത്രം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ കാര്യമായിട്ടോ കളിയായിട്ടോ ഒന്നും പറയണ്ട. കഴിച്ച നീ ഏറ്റുപോ. റയാൻഷ് അവളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞതും റോഷ്നി പിന്നൊന്നും മിണ്ടാൻ പോയില്ല. ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകളൊന്നും മിണ്ടാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ഹരിയിലേക്ക് പാറി വീണു. നീ കിടക്കുന്നില്ലേ? പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് മുകളിലെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് സെറ്റിൽ കിടന്ന ഫോൺ കളിക്കുന്ന റോഷ്നി ലച്ചു കാണുന്നത്. ആ, ഞാൻ കിടന്നോണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോയി കിടന്നോളാം. ഏട്ടത്തി പോയി കിടന്നോ? റോഷ്നി പറഞ്ഞതും ലച്ചു റോഷ്നിയും ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഹരിയും നോക്കിക്കൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു. ഹരി അവന്റെ സംസാരം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ചുമ്മാ ചൊറിഞ്ഞുകൊണ്ട് വരുമെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ച നിമിഷം തന്നെ അവന്റെ തൊട്ടടുത്ത് വന്നിരുന്നു കഴിഞ്ഞിരുന്നു. താങ്ക്സ്. റോഷ്നി പറഞ്ഞു കേട്ട് ഹരി മുഖം ചേരിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. റോഷ്നി ഒന്ന് ചിരിച്ചു കൊടുത്തു. എനിക്ക് വാങ്ങിപ്പോ പെങ്ങൾക്കും കൂടെ വാങ്ങിയതാണോ? അതോ പെങ്ങൾക്ക് വാങ്ങിപ്പോ എനിക്കും കൂടെ വാങ്ങിയതാണോ? എന്റെ പെങ്ങളുടെ പാദസരമല്ല കള്ളൻ കൊണ്ടുപോയത്. പിന്നെ നിന്റെ സ്വഭാവം വെച്ച് ഈ പാദസരം പോയത് മരിക്കുവോളം പറഞ്ഞു നടക്കും. അത് സത്യം, ഞാൻ പറയും. റോഷ്നി ചിരിയോടെ പറയുമ്പോൾ അത് പ്രതീക്ഷ പോലെ അവൻ തലയാട്ടി കാണിച്ചു. അത് കേൾക്കണ്ടല്ലോ എന്ന് കരുതി വാങ്ങിയതാ. പിന്നെ എന്റെ പെങ്ങൾക്ക് വാങ്ങിയതേ നിനക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല, അങ്ങനെ വാങ്ങിയതാ. ഹരി പറയുമ്പോൾ റോഷ്നി ഒരു ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ഒത്തിരി നല്ലവനാ. എന്നിവരെ കേൾക്കാത്ത ശബ്ദത്തിൽ ആർദ്രമായ റോഷ്നി പറഞ്ഞതും ഹരി മുഖം ചേരിച്ചുകൊണ്ട് റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. അത്ര അടുത്തവൾ ഇരിക്കുന്നത് കൊണ്ടാവാം അവരുടെ മുഖങ്ങൾ തമ്മിൽ അധികം അകലമില്ലാത്തത്. അവർക്കിടയിൽ TVയിലെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വെളിച്ചമൊക്കെ കെടുത്തിയിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ അവരുടെ മുഖങ്ങൾ തിളങ്ങി. അത്ര അടുത്ത് രണ്ട് മുഖങ്ങൾ, കണ്ണിൽ കണ്ണി നോക്കി രണ്ട് മുഖങ്ങൾ. TVയിലെ ലൈറ്റിനനുസരിച്ചുകൊണ്ട് അവരുടെ മുഖങ്ങളിൽ നിറം മാറി മാറി വരുന്നത് പോലെ. നീ പോയി കിടന്നേ. റോഷ്നിയിൽ നിന്ന് മുഖം ചേരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് ചാനൽ മാറ്റിക്കൊണ്ട് ഹരി പറഞ്ഞു. റോഷ്നി ഒന്നും മിണ്ടാതെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. അവൾ എന്തെങ്കിലും പറയുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നില്ല. അവൾ അങ്ങോട്ട് കണ്ണിൽ നിന്ന് മറിഞ്ഞതും അവൻ മുഖം ചേരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി കണ്ണുകൾ മാറ്റി. ആ സമയം തന്നെ അവിടുന്ന് മറിഞ്ഞ റോഷ്നി തിരിച്ചു വന്നവനെ നോക്കി. അവൾ മുകളിലേക്ക് കയറുമ്പോൾ ലൈറ്റ് ഇട്ടതുകൊണ്ട് പരസ്പരം നോക്കിയത് രണ്ടുപേരും കണ്ടു. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഹരി മുഖം തിരിയുമ്പോൾ റോഷ്നി റൂമിലേക്ക് തിരിച്ചോടിയിരുന്നു.